എല്ലാവർക്കും ചിക്കൂസ് കുക്കീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കി നോക്കാം. ചെറുപയർ 1 കിലോ, ഉണക്കലരി 1/2 കിലോ, തേങ്ങ 10 ശർക്കര 2.5 to 3 കിലോ വരെ നമുക്ക് മധുരം അനുസരിച്ച് ഉപയോഗിക്കാം. ഏലക്കാപ്പൊടി 2 ടീസ്പൂൺ, ചുക്കുപൊടി 2 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 2 ടീസ്പൂൺ, കശുവണ്ടി കിസ്മിസ് ആവശ്യത്തിന്. 10 തേങ്ങയിൽ നിന്ന് താഴെ പറയുന്ന പോലെ നമ്മൾ പാലെടുത്ത് വയ്ക്കാം. ആദ്യ പാല് 1 to 1.5 ലിറ്റർ, രണ്ടാം പാല് 2 to 2.5 ലിറ്റർ, മൂന്നാം പാല് 3.5 to 4 ലിറ്റർ. ഇപ്പോൾ ചെറുപയർ പരിപ്പ് നന്നായി വറുത്ത് കഴുകി കുക്കറിൽ വേവിച്ചത്. ഉണക്കലരിക്ക് കഴുകി വേവിക്കുക. പരിപ്പിനൊപ്പം ഉണക്കലരി ചേർക്കുന്നത് പായസത്തിന് തിക്നെസ്സും സ്വാദിനും വേണ്ടിയാണ്. പിന്നെ നമുക്ക് ശർക്കര പാൽ കൂടെ റെഡിയാക്കാം. വേവിക്കുന്ന രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ, വേവിച്ച പരിപ്പിലും അരിയിലും ആദ്യം മൂന്നാം പാല് ചേർക്കുക. മിതമായ തീയിൽ ഇളക്കി തിക്കാക്കുക. ഇപ്പോൾ ശർക്കര പാനി ചേർക്കുക. നന്നായി ഇളക്കി പാകം ചെയ്യുക. ഇനി രണ്ടാം പാൽ ചേർത്തിളക്കാം. അവസാനം ആദ്യ പാൽ ചേർക്കുക. തീ കുറച്ച് 5 to 10 മിനിറ്റ് ഇളക്കി പാകം ചെയ്യുക. നെയ്യിൽ വറുത്ത കിസ്മിസ് കാഷ്നട്ട് ചേർക്കാം. ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി ചേർത്തിളക്കിയ ശേഷം ലാസ്റ്റ് കുറച്ച് ഉപ്പുകൂടി ചേർക്കാം. ഇപ്പോൾ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. പായസം എങ്ങനെയുണ്ട്? പായസം എങ്ങനെയുണ്ട്? കുടിച്ചേച്ചെന്ന് പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്. ഉണ്ടാക്കി കുടിച്ചേച്ച് പറ എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. എമ്മയാണെന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. കുടിച്ചേച്ച് ഒന്ന് വായി വെച്ചൊന്ന് പറഞ്ഞേ. എമ്മയാണെന്ന് കാണിച്ചേ. എങ്ങനെയുണ്ട്? എമ്മയാണേ. ഒന്നൂടെ പറഞ്ഞേ എമ്മയാന്ന്. എങ്ങനെയുണ്ട്?